എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നെൽസൺ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നെൽസൺ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഒരു ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. Acerന്റെ Aspire 3 എന്ന് പറയുന്ന ലാപ്ടോപ്പിന്റെ ഒരു നല്ലൊരു ബഡ്ജറ്റ് ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിൽ ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് താഴെയായിരുന്നു അതിന്റെ റേറ്റ് വരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇപ്പോൾ ആ ഒരു മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു മോഡലാണ് Acerന്റെ Aspire 3 എന്ന് പറയുന്ന മോഡൽ. പ്രൊസസ്സർ വരുന്നത് AMD A4 ആണ്. ഇന്റലിന്റെ ഡ്യുവൽ കോർ, ക്വാഡ് കോർ അതിനൊക്കെ തുല്യമായ ഒരു പ്രൊസസ്സറാണ് AMD A4 വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ലാപ്ടോപ്പ് എന്ന് തന്നെ പറയാം Acer Aspire 3 എന്ന് പറയുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാവുന്ന ഒരു ലാപ്ടോപ്പാണ്. അത്യാവശ്യം കുട്ടികൾക്ക് പഠിക്കാവുന്ന നല്ലൊരു ലാപ്ടോപ്പായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. ബഡ്ജറ്റ് കുറവുള്ള ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ബ്രാൻഡും കൂടിയാണ് Acer. മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കുറവായിരിക്കും Acerന് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസും എന്ന് നോക്കി നോക്കാം. Acerന്റെ Aspire 3 എന്ന് പറയുന്നത് അതിന്റെ സീരീസ് ആണ് വരുന്നത്. അതിന്റെ കൃത്യമായ മോഡൽ നമ്പർ വരുന്നത് Acer A315-22468M എന്നാണ് അതിന്റെ മോഡൽ നമ്പർ വരുന്നത്. ആ ഒരു മോഡൽ നമ്പറിൽ സെർച്ച് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ലാപ്ടോപ്പിലേക്ക് എത്താൻ പറ്റുക. Acer Aspire 3 എന്ന് പറയുന്ന ഒരുപാട് ലാപ്ടോപ്പ് ഉണ്ടാകും. ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 4GB, അതാണ് അതിന്റെ മെമ്മറി വരുന്നത്. 1TB ഹാർഡ് ഡിസ്ക്, പിന്നെ വരുന്നത് Windows 10 ആണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AMD A4 ആണ് അതിന്റെ പ്രൊസസ്സർ വരുന്നത്. പിന്നെ ചാർക്കോൾ ബ്ലാക്ക് ആണ് അതിന്റെ ഒരു നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അതിന്റെ ആ ഒരു മോഡൽ വരുന്നത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഇതിന് MRP കൊടുത്തിട്ടുള്ളത് 30,000 രൂപയാണ് MRP കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റോക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് ക്യാരി കേസ് ആണ് നമുക്ക് ഈ ഒരു പ്രൈസിംഗിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. Acerന്റെ ഗ്രീൻ പാക്ക് എന്നൊക്കെ ഒരു നല്ലൊരു റീസൈക്കിൾഡ് പേപ്പറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. ഈ ഒരു പാക്കിംഗ് കേടാവാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ നല്ലൊരു ബോക്സും കൊടുത്തിട്ടുണ്ട്. Acerന്റെ നല്ലൊരു സീല് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലാപ്ടോപ്പ് നമുക്ക് തരുന്നതിനേക്കാളും മുൻപ് പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സീല് വരുന്നത്. ഈ സീലും നമുക്ക് പൊട്ടിക്കാം. നല്ലൊരു പാക്കിങ്ങോട് കൂടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. അതിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്. അതിൻ്റെ വാറണ്ടി കാർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏതെല്ലാം സ്ഥലങ്ങളിൽ Acerന്റെ ഓതറൈസ്ഡ് ഷോറൂം ഉണ്ട്, ഏതെല്ലാം രാജ്യങ്ങളിലുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. അഡാപ്റ്റർ വിത്ത് പവർ കോഡാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് ബോക്സിലിരിക്കുമ്പോൾ ലാപ്ടോപ്പിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു ചെറിയ ഒരു പാക്കിംഗ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പാണ് കേട്ടോ. ചാർക്കോൾ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ വരുന്നത്. കാണാൻ നല്ല വൃത്തിയുള്ള ഒരു മോഡലാണ്, നല്ല സ്ലിം ആണ്. ഇല്ലേ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഷീറ്റ് കളയാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമുക്ക് കീബോർഡൊന്നും കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു ഷീറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കീബോർഡിലേക്ക് ഡസ്റ്റ് കിടക്കില്ല. അപ്പോൾ സ്ക്രീനിലുള്ള ഡസ്റ്റൊന്നും ഇതുമിക്ക് വീണ് വരില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു പാടൊക്കെ ഉണ്ടാവും, അതൊന്നും ഇത് വെക്കുന്നതോട് കൂടിയിട്ട് വരില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ കിട്ടിയ വഴി ഇതെടുത്ത് കളയാൻ നിൽക്കണ്ട. പിന്നെ നമുക്ക് ഇതിലൊരു ചെറിയൊരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു ലെറ്ററോടിയും വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിത് ചാർജ് ചെയ്തിട്ട് വേണം ഇത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കൂടെ ലഭിക്കുന്ന പവർ കോഡ് അല്ലെങ്കിൽ അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം വാർണിംഗ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് Windows 10 ആണ് ഇതിൽ വരുന്നതെങ്കിലും നമുക്കതൊന്ന് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം വരുന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് പല ഭാഷകളിലും എഴുതിയിട്ടുണ്ട്. ചൈനീസ്, ഫ്രാൻസ്, ജപ്പാൻ ഭാഷകളിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ് വരുന്നത്.
പിന്നെ ആസ്പയർ എന്നുള്ളത് ഇവിടെ നല്ലൊരു ഭംഗിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വെബ് ക്യാം വരുന്നുണ്ട്. നല്ലൊരു മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ഒരു ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ പുറകിലോട്ടായിട്ട് ഇതിന്റെ സീരിയൽ നമ്പർ, പിന്നെ അതുപോലെ മോഡൽ നമ്പർ, അവരെ വാറണ്ടി സീൽ കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു USB 3.0 പോർട്ടും USB 2.0 പോർട്ടും HDMI കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഒരു LAN പോർട്ടും പിന്നെ വരുന്നത് ഒരു ചാർജിങ് പോർട്ടാണ്. നമുക്ക് തന്നിട്ടുള്ള ലാപ്ടോപ്പിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട്. അത്യാവശ്യം നല്ല കനം കുറവുള്ള ലാപ്ടോപ്പാണ് ഇത്. പിന്നെ ഇതിന്റെ കളർ എന്ന് വെച്ചാൽ ചാർക്കോൾ ബ്ലാക്ക് ആണ് ഇതിന്റെ കളർ വരുന്നത്. നല്ലൊരു സ്മൂത്ത് ഫിനിഷിംഗ് ആണ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നത്. ഫുൾ ലെങ്ത്തിൽ ജോയിന്റ് ആയിരിക്കുന്ന ഹിഞ്ചസ് ആണ് ഇത് വരുന്നത്. ലാപ്ടോപ്പിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സിംഗിൾ പിൻ ഓഡിയോ കണക്ടറും USB 2.0 പിന്നെ വരുന്നത് ഇൻഡിക്കേഷൻ ലൈറ്റുകളുമാണ് വരുന്നത്. കനം കുറവായതിനാൽ ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമാണ്. അതേപോലെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റർ വയർലെസ്, നാരോ ബെസൽ, ബ്ലൂ സ്ക്രീൻ ഷീൽഡ്, പ്രിസിഷൻ ടച്ച് പാഡ്, HDMI ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കീബോർഡ് ഡസ്റ്റുകളൊന്നും അധികം ഉള്ളിൽ കയറാത്ത രീതിയിലാണ് ഇതിൻ്റെ കീബോർഡ് വരുന്നത്. അതുകൊണ്ട് കീബോർഡ് കംപ്ലൈൻറ്റ് താരതമ്യേന കുറവായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടച്ച് പാഡ് വരുന്നത് പ്രിസിഷൻ ടച്ച് പാഡാണ്. നമുക്ക് കീസ് സെപ്പറേറ്റ് ചെയ്യാതെ ഒറ്റൊരു ടാബൊക്കെ പോലെ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ടച്ച് പാഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത് 90 വോൾട്ട് ചെറിയൊരു അഡാപ്റ്ററാണ് വരുന്നത്. ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ചെറിയൊരു പിന്നാണ് അതിൻ്റെ കണക്റ്റിംഗ് പിന്ന് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം, അതേപോലെ ഒന്ന് കോൺഫിഗർ ചെയ്ത് നോക്കി നോക്കാം. ഇൻബിൽറ്റ് വിൻഡോസ് ഉള്ള ലാപ്ടോപ്പിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റെപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സമയം എടുത്തിട്ട് കോൺഫിഗർ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ്. ഏകദേശം ഒരു 30 മിനിറ്റോളം ടൈം എടുക്കും ഇതൊന്ന് കോൺഫിഗർ ചെയ്ത് വരാനായിട്ട്. അതാണ് ഞാൻ 1000 സ്പീഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. വിൻഡോസ് കോൺഫിഗർ ചെയ്തതിന് ശേഷം നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോസ് എല്ലാം ഒറ്റൊരു ഡ്രൈവ് ആയിട്ടായിരിക്കും, അതായത് ഹാർഡ് ഡിസ്കിൽ പാർട്ടീഷൻസ് ഇല്ലാതെ ഒരൊറ്റ ഡ്രൈവ് ആയിട്ടായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം നമുക്ക് ഡ്രൈവുകളെ പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് സ്ട്രിങ് ചെയ്ത് ഡിവൈസ് മാനേജറിൽ കയറിയിട്ട് സ്ട്രിങ് ചെയ്ത് നമുക്ക് പാർട്ടീഷൻ ചെയ്ത് നമുക്ക് വേണ്ട പോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ ലാപ്ടോപ്പിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും വരുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് കുറവുള്ള ആളുകൾക്ക് എടുക്കാവുന്ന ഒരു നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ് ഏസറിൻ്റെ ഈ A4 വെച്ചിട്ടുള്ള ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഈ ഒരു ലാപ്ടോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.